മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞത്? റജബ് മാസത്തെ ആദരിച്ച് പരിഗണിച്ച് ബഹുമാനിച്ച് റജബിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്ത് ഏതെങ്കിലും ഒരു രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ മാ ഉദ്ദിബു ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല എന്ന്. റഹ്മത്തിന്റെ മാലാകമാർ മുഴുവനും റബ്ബിന്റെ കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനോട് പറയുമത്രേ, റജബിൽ നോമ്പെടുത്തവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസത്തെ നന്നായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പരിഗണിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അവരെ പരലോകത്ത് റജബിയൂൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവേശ്വരനായ അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹത്താൽ നേട്ടങ്ങളുടെയും മഹത്വങ്ങളുടെയും സംഗമമെന്ന് വിശേഷിപ്പിക്കാവുന്ന റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. റജബിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്ന വിശ്വാസികളൊക്കെയും സന്നദ്ധരാവേണ്ടതുണ്ട്. റജബിനെ ആദരിക്കാത്ത ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. റമളാന്റെ മഹത്വം പോലും ഈ ഉമ്മത്തിന് മാത്രമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുതലാണ് റമളാന് മഹത്വമുണ്ടായതെങ്കിൽ കഴിഞ്ഞുപോയ സമുദായങ്ങളൊക്കെ ഏറെ ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന പരിഗണിച്ചിരുന്ന മാസമാണ് റജബ് മാസം. ഇന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു നോമ്പെങ്കിലും റജബിനെ പരിഗണിച്ച് നോറ്റുവീട്ടാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. റജബിനെ പരിഗണിച്ച് ഒരു നോമ്പെങ്കിലും ഒരാൾ നോറ്റുവീട്ടിയാൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് രക്ഷ ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ഞങ്ങൾ നടന്ന് ഒരു മക്ബറയിലെത്തി. മക്ബറയിലെത്തിയപ്പോൾ പെട്ടെന്ന് മുത്ത് റസൂൽ ഒരു സ്ഥലത്ത് നിന്നു. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയാണ്. അങ്ങനെ ഫമറർനാ ബിമഖ്ബറ, നടന്ന് ഞങ്ങൾ ഒരു മഖ്ബറയിലെത്തി. യാത്രയിൽ ഏതാനും ചില ഖബറുകളുള്ള ഒരു ഏരിയയിലെത്തി. പെട്ടെന്ന് ഫവഖഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നു. എന്നിട്ട് ഫബകാ ബുകാഅൻ ശദീദാ, റസൂലുള്ളാഹി അവിടെ നിന്നു ചില ഖബറുകളിലേക്ക് മാറി നോക്കി. റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്ത ഭാവപ്പകർച്ച കാണാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ ശക്തമായി കരയാൻ തുടങ്ങി. ആ ഒരു രംഗൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മക്ബറയിലെത്തുന്നു, ചില ഖബറിലേക്ക് മാറി നോക്കുന്നു. അതിനനുസരിച്ച് റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്ത ഭാവപ്പകർച്ച വരുന്നു. എന്നിട്ട് മുത്തുനബി കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങി കരയുന്നു. എന്നിട്ടെന്ത് ചെയ്തെന്നറിയോ? ഹബീബ് തന്റെ കരങ്ങൾ ഉയർത്തി, എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഖഫിഫ് അൻഹുമുൽ അദാബ്.
അല്ലാഹുമ്മ ഖഫിഫ് അൻഹുമുൽ അദാബ്. ഇലാഹായ റബ്ബേ, ഇവരുടെ ശിക്ഷ ലഘൂകരിക്കണേ അല്ലാ. ഈ മക്ബറയിലെത്തി ചില കബറുകളിലേക്ക് മാറി മാറി നോക്കി റസൂലുള്ളാന്റെ മുഖത്ത് ഭാവപ്പകർച്ച വന്നു. മുത്തുനബി കരയാൻ തുടങ്ങി. ശക്തമായി കരഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഖഫിഫ് അൻഹുമുൽ അദാബ്. അല്ലാഹ്, ഇവരുടെ ശിക്ഷ നീയൊന്ന് ലഘൂകരിച്ചു കൊടുക്കണേ പടച്ചോനെ എന്ന് ദുആ ചെയ്തു. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഫഖുൽതു ലഹു, മഹാനായ സൗബാൻ തങ്ങൾ പറയുകയാണ്, ഹബീബായ നബിയോട് ഞാൻ ചോദിച്ചു, നബിയേ ലിമ ബകൈത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞത്? നിങ്ങളെ കരയിച്ച കാര്യം എന്താണ് നബിയേ? അപ്പോൾ പറഞ്ഞു, സഹാബാ ഹൗലാഇ യുഅദബൂന ഫീ ഖുബൂരിഹിം അദാബൻ ശദീദാ. ഇതായി ഖബറാളികൾ അവരുടെ ഖബറിൽ ശക്തമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, അല്ലാഹു ഖബർ ശിക്ഷയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഖബർ ശിക്ഷ അനുഭവിക്കേണ്ട ഒരവസ്ഥ വരാതെ അല്ലാഹു നമ്മളെയും കുടുംബങ്ങളെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയും രക്ഷപ്പെടുത്തട്ടെ. ഇന്നും ഇവിടെ വന്ന് മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി, മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. നിങ്ങളിൽ പലരും പലപ്പോഴായി അങ്ങനെയൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരാണല്ലോ. നമ്മളിൽ വേണ്ടപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് ഖബറിലാണല്ലോ. അല്ലാഹു ഖബർ ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞെല്ലാരും ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു ഖബർ ജീവിതം സമ്പൂർണ്ണ സന്തോഷാക്കി കൊടുക്കട്ടെ. എന്തിനാ നബിയെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്താണ് നിങ്ങളുടെ വിഷയം? അപ്പോൾ പറഞ്ഞു, സഅബാൻ ഹൗലാഇ യുഅദബൂന ഫീ ഖുബൂരിഹിം അദാബൻ ശദീദാ. ഇതാ ഇവര് ഖബറിൽ അതിശക്തമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായി, വല്ലാത്ത അസ്വസ്ഥതയായി, അവരോട് വല്ലാത്ത കാരുണ്യം തോന്നി. അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ റബ്ബിനോട് അവരുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കാൻ ഞാൻ ദുആ ചെയ്തു. ഫഖഫഫല്ലാഹു അൻഹുമുൽ അദാബ്. കാരുണ്യക്കടലായ റബ്ബന്റെ പ്രാർത്ഥന കേട്ടു. അല്ലാഹു അവരുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇനി കേൾക്കി, എന്നിട്ടൊരു വാക്ക് പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് ഒരു റജബ് മാസത്തിലാണ്. നിങ്ങൾക്ക് ഉറക്ക് വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറക്ക് വരുന്നുണ്ടോ? കണ്ണ് തുറന്ന് എന്നെ കേൾക്കി. കണ്ണും കാതും കൽബും തുറന്ന് കേൾക്കി. അള്ളാഹു ഇതൊക്കെ കേട്ട് ഉൾക്കൊണ്ട് ജീവിതം അള്ളാന്റെ പൊരുത്തത്തിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിനുള്ള സൗഭാഗ്യം നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, വേണ്ടപ്പെട്ടവരിൽ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. എന്നിട്ട് മുത്തുനബി ഒരു വാക്ക് പറഞ്ഞു, യാ സൗബാൻ, സൗബാനെ നിങ്ങൾക്ക് കേൾക്കണോ? സൗബാനെ നിങ്ങൾക്ക് കേൾക്കണോ? ലൗ സാമ ഹൗലാഇ യൗമൻ മിൻ റജബ വമാ നാമു മിൻ ലൈലതിഹി മാ ഉദ്ദിബു ഫീ ഖുബൂർ. സൗബാനെ നിങ്ങൾ കേൾക്കണം. ലൗ സ്വാമ ഹൗലായി യൗമൻ മിൻ റജബ വമാ നാമു മിൻ ലൈലതിഹി മാ ഉദ്ദിബു ഫീ ഖുബൂരിഹിം. ഈ ഖബറിൽ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, ഖബറിൽ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, ലൗ അന്നഹും സാമു യൗമൻ മിൻ റജബ, ഇവര് റജബ് മാസത്തെ ആദരിച്ച് റജബിൽ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്തിരുന്നെങ്കിൽ റജബിന്റെ ഏതെങ്കിലും ഒരു രാത്രിയെ ഇലാഹായ റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അവർ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ഖബറിൽ ശിക്ഷ ലഭിക്കുമായിരുന്നില്ല. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞത്? റജബ് മാസത്തെ ആദരിച്ച് പരിഗണിച്ച് ബഹുമാനിച്ച് റജബിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്ത് ഏതെങ്കിലും ഒരു രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ അവര് അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല എന്ന്. അപ്പൊ സഹാബികൾക്കൊരു സംശയം, അല്ല നബിയെ, ഒരൊറ്റ നോമ്പ് കൊണ്ട് ഒരു രാവിനെ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് ഖബറിന്റെ ശിക്ഷ മൊത്തം ഒഴിഞ്ഞു കിട്ടുമെന്നോ? ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ല നബിയേ, അസൗമി യൗമിൻ വഖിയാമി ലൈലത്തിൻ മിൻഹു യംനഉ അദാബൽ ഖബ്രി. എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത്? റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് ഏതെങ്കിലും ഒരു രാവിനെ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് ഖബറിന്റെ അദാബിനെ തടയപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഫഖാല നഅം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതെ യാ സൗബാൻ, സൗബാനേ, വല്ലദീ നഫ്സി വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ, നബിയ എന്നെ അയച്ച അല്ലാഹനെ തന്നെയാണ് സത്യം. മാ മിൻ മുസ്ലിമിൻ വ മുസ്ലിമ യസൂമു യൗമൻ വ യഖൂമു ലൈലതൻ മിൻ റജബിൻ യുരീദു ബിഹിമാ വജ്ഹല്ലാഹ് ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദത സനാ സ്വമ നഹാറുഹാ വഖാമ ലയാലിഹാ. അല്ലാഹ്, സൗബാൻ. അതെ, തീർച്ചയായും അങ്ങനെയാണ്. ഇത് അല്ലാഹു ആദരിച്ച മാസാണ്. ഇത് അല്ലാഹു ബഹുമാനിച്ച മാസാണ്. ഈ മാസത്തിന്റെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാന്റെ റജബ്, അള്ളാന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ഈ മാസത്തെ പരിഗണിച്ച് ഒരു നോമ്പെങ്ങാനും ഒരാൾ എടുത്തു, ഒരു രാത്രിയെ ഉപയോഗപ്പെടുത്തി, എന്നാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. അത് അല്ലാഹു അവർക്ക് നൽകുന്ന ഒരു ഫളിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുന്ന എൻ്റെ പൊന്നു സഹോദര സഹോദരി, എല്ലാ ദിവസവും നോമ്പെടുക്കണ്ട, എല്ലാ ദിവസവും നോമ്പെടുക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ ഒരു നോമ്പെങ്കിലും റജബിനെ പരിഗണിച്ചെടുക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ എന്തേ വിചാരിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, റഹ്മത്തിന്റെ മാലാകമാർ മുഴുവനും റബ്ബിന്റെ കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനോട് പറയുമത്രേ, റജബിൽ നോമ്പെടുത്തവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وروي عن أبي بكر الصديق رضي الله عنه أنه قال, ആരോ പറഞ്ഞതല്ല, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുത്ത് റസൂലിന്റെ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ മലാ സുലുസുൽ ലൈലി മിൻ റജബ് ഫീ അവ്വലി ജുമുഅ, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതിന്റെ 1/3 കഴിഞ്ഞാൽ, ലാ തബ്ഖാ മലായികത്തുൻ ഫിസ് സമാവാതി വലാ ഫിൽ അർളി ഇല്ലാ വയജ്തമിഊന ഫിൽ കഅബ, ആകാശത്തും ഭൂമിയിലുമുള്ള റഹ്മത്തിന്റെ മാലാകമാരൊക്കെയും കഅബാലയത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടും. എന്തിന് അവരൊരുമിച്ച് കൂടും?
അപ്പോൾ ഫയൻളുറുല്ലാഹു ലഹും, ഇലാഹായ റബ്ബ് അവരിലേക്ക് നോക്കും. വയഖൂലു, എന്നിട്ട് ചോദിക്കും, യാ മലായികതി, എൻ്റെ പ്രിയപ്പെട്ട മാലാകമാരെ, ഇസ്അലൂ മാ ശിഅ്തും, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചുകൊള്ളുക. എന്തോ കാര്യം ചോദിക്കാനാണല്ലോ ആകാശഭൂമിവാസികളായ നിങ്ങളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയത്. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഫയഖൂലൂൻ, അപ്പോൾ ഈ മലക്കുകൾ പറയുമത്രേ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ രക്ഷിതാവേ, ഹാജത്തുനാ, എന്താണ് ഞങ്ങളുടെ ആവശ്യമെന്നറിയോ? അം തഗ്ഫിറ ലിമൻ സാമ റജബാ, റജബ് മാസത്തിൽ ആ മാസത്തെ ആദരിച്ച് അതിനെ പരിഗണിച്ച് അതിനെ ബഹുമാനിച്ച് നോമ്പെടുക്കുന്നവർ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാ. റജബിൽ നോമ്പെടുത്താൽ അവർക്ക് പുറത്തു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നോമ്പെങ്കിലും റജബിൽ ഇൻഷാ അല്ലാഹ് നോറ്റ് വീട്ടണം. കൂടുതലാക്കാൻ കഴിയെങ്കിൽ അൽഹംദുലില്ലാ, നല്ലത്. ഒന്നെങ്കിലും നോൽക്കാത്തവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. ഉടനെ അള്ളാഹു മലക്കുകളോട് പറയുമത്രേ, ഖദ് ഗഫർതു ലഹും, ശരി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. റജബിനെ പരിഗണിച്ചാൽ റജബിയീൻ എന്ന പേരിലാണ് നാളെ പരലോകത്ത് അറിയപ്പെടുന്നത്. റജബിയൂൻ, റജബ് മാസത്തെ നന്നായി ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, പരിഗണിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിൽ, അവരെ പരലോകത്ത് റജബിയൂൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക് അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ, യുനാദി മുനാദിൻ, നാളെ മഹ്ശറയിൽ നിന്നൊരു വിളിയാളമുണ്ടാകും. എന്താണ് വിളിയാളമെന്ന് കേൾക്കണ്ടേ? ഐനൽ റജബിയൂൻ, റജബിയീങ്ങളെവിടെ? ഐനർ റജബിയൂൻ, എവിടെയാണ് റജബിയീങ്ങൾ? ആരാ റജബിയീങ്ങൾ? റജബിനെ പരിഗണിച്ചവർ. അതല്ല രസം. ഈ ചോദ്യം ഉണ്ടാകുമ്പോൾ ഫയഖ്റുജു നൂറുൻ, ഒരു പ്രത്യേകമായ ഒരു പ്രകാശം പുറപ്പെടും. ഫയത്ബഉ ജിബ്രീലു വമീകാഈലു അലൈഹിമസ്സലാത്തു വസ്സലാം ദാലികൻ നൂർ. ജിബ്രീൽ, മീകായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം അവർ ഈ പ്രകാശത്തെ പിന്തുടരും. അവർ ഈ പ്രകാശത്തിന്റെ പിന്നാലെ പോകും. പിന്നെയോ വയത്തബിഉർ റജഇയൂൻ, റജബിയീങ്ങളും അവരെ പ്രകാശത്തെ പിന്തുടരും. റജബിയീങ്ങൾ, ഈ റജബിനെ പരിഗണിച്ചവരും ആ പ്രകാശത്തിന്റെ പിന്നാലെ പോകും. ثم يمرون على الصراط كالبرق الخاطف, പിന്നീട് സിറാത്ത് പാലം ഇവർ വിട്ടുകടക്കുന്നത് ഇടിമിന്നലിന്റെ വേഗതയിലാണ്. ഇടിമിന്നലിന്റെ വേഗതയിൽ ഈ പ്രകാശ ഈ റജബിയീങ്ങൾ സിറാത്ത് പാലം വിട്ടുകടക്കും. എന്നിട്ടോ സിറാത്ത് പാലം വിട്ടുകടന്നാൽ ഉടനെ സുമ്മ യസ്ജുദൂന ലില്ലാഹി തആല ശുക്റാ ലിതജാവുസിഹിമുസ് സിറാത്ത്. സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകടക്കാൻ അല്ലാഹു അവസരം നൽകിയ കാരണത്താൽ ഈ റജബിയീങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. സുമ്മ യസ്ജുദൂന ലില്ലാഹി തആല ശുക്റൻ ലിതജാവുസിഹിമുസ് സിറാത്ത്. ഇടിമിന്നലിന്റെ വേഗതയിൽ സിറാത്ത് പാലം വിട്ടുകടക്കാനായല്ലോ, അവസരം കിട്ടിയല്ലോ, അതിന് നന്ദിയായി ഈ റജബിയീങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴും. ഉടനെ അല്ലാഹു പറയുന്നതാണ്, അയ്യുഹർ റജബിയോ, എന്റെ റജബ് മാസത്തെ ആദരിച്ചവരെ, എന്റെ റജബിനെ പരിഗണിച്ചവരെ, ഇർഫഉ റൂസകും, നിങ്ങൾ നിങ്ങളുടെ തലകളെ ഉയർത്തണം.
ഇർഫഉ റൂസകും, നിങ്ങൾ നിങ്ങളുടെ തലകളെ ഉയർത്തുക. അൽയൗം, ഇന്ന് എനിക്ക് സുജൂദ് ചെയ്യേണ്ട ദിവസമല്ല. ഖദ ഖളൈതുമുസ് സുജൂദ ഫിദ്ദുനിയാ ഫീ ശഹരി, എന്റെ ഈ മാസത്തെ ആദരിച്ചും പരിഗണിച്ചും ബഹുമാനിച്ചുമൊക്കെ നിങ്ങൾ ഈ മാസത്തെ നന്നായി പരിഗണിച്ച് സുജൂദ് ദീർഘിപ്പിച്ചവരാണ്, ധാരാളം സുജൂദിൽ കിടന്നവരാണ്. അതുകൊണ്ട് സുജൂദിന്റെ സമയം കഴിഞ്ഞുപോയി. അത് ദുനിയാവായിരുന്നു, ഇനി നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇർതഹിലൂ ഇലാ മനാസിലിക്കും, നിങ്ങൾ വേഗം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങൾക്ക് കണക്കാക്കിയ സ്ഥലത്തേക്ക് യാത്ര പോവുക. അങ്ങനെ സ്വർഗത്തിലെ സുന്ദര കേന്ദ്രങ്ങളിലേക്ക് അവര് യാത്ര പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോൻ ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ, തൗഫീഖ് ഉണ്ടാവട്ടെ. എന്തേ പറഞ്ഞത് മനസ്സിലായില്ലേ? റജബിയീങ്ങൾ എവിടെന്ന് വിളിച്ചു ചോദിക്കും. ആ വിളിയാൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വലിയ പ്രകാശം കിട്ടു വരും. ആ പ്രകാശത്തിന്റെ പിന്നാലെ ജിബ്രീൽ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പോകും. പിന്നെ റജബിയീങ്ങളും പോകും. പിന്നെ സിറാത്ത് പാലം അവർ പ്രകാശത്തിന്റെ വേഗതയിൽ, ഇടിമിന്നലിന്റെ വേഗതയിൽ വിട്ടുകിടന്നാൽ പിന്നെ അവർ അള്ളാഹ്ക്ക് സുജൂദിൽ വീഴും. ഈ റജബിയീങ്ങൾ, റജബിനെ പരിഗണിച്ചവര്. അപ്പൊ അള്ളാഹു പറയും, റജബിയീങ്ങളെ തല ഉയർത്തിക്കോളൂ, ഇനി നിങ്ങൾ സുജൂദിൽ കിടക്കേണ്ടതില്ല. സുജൂദിന്റെ ലോകം ദുനിയാവായിരുന്നു. ഈ മാസത്തെയൊക്കെ പരിഗണിച്ച് ദീർഘമായി സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് ഈ മാസത്തിനെ ആദരിച്ചവരാണ് നിങ്ങൾ. ഇനി നിങ്ങൾ ഇവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് കണക്കാക്കിയ കൊട്ടാരങ്ങളിലേക്ക്, മണിമാളികകളിലേക്ക് പൊക്കോളൂ എന്ന് പറയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിലൊക്കെ നമ്മൾ പെടുത്തി തരട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. ആ കൂട്ടത്തിൽ കാരുണ്യക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും പെടുത്തി തരട്ടെ. നമുക്ക് പരിഗണിക്കാം റജബിനെയും ശഅബാനെയും റമളാനെയും, ഈ 3 മാസത്തെയും നമുക്ക് ധന്യമാക്കാം ഇൻഷാ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, കുല്ലുന്നാസി ജിയാഉൻ യൗമൽ ഖിയാമ ഇല്ലൽ അംബിയാഉ വഅഹ്ലിഹിം. ഖിയാമത്ത് നാളിൽ എല്ലാവരും വിശന്നൊട്ടിയ വയറുമായി കഷ്ടപ്പെട്ടു പോകും. കുല്ലുന്നാസി ജിയാഉൻ, ജനങ്ങളൊക്കെയും വിശന്ന് വലഞ്ഞവരായിരിക്കും ഖിയാമത്ത് നാളിൽ. എല്ലാവരും ഇല്ലൽ അംബിയാഉ വഅഹ്ലിഹിം, അംബിയാക്കളും അംബിയാക്കളുടെ അഹ്ലുകാരും ഒഴികെ, അംബിയാക്കളെ അനുസരിച്ചവരും ഒഴികെ. പിന്നെ പറയുന്നത് വസായിമ റജബിൻ വ ശഅബാൻ വ റമളാൻ, റമളാനിലും ശഅബാനിലും റജബിലുമൊക്കെ നോമ്പെടുത്ത ആളുകൾ അവരും ഒഴികെ. ഫഇന്നഹും ശുബാഉൻ ലാ ജുഅ ലഹും വലാ അത്ഷ്, അവർക്ക് ഒരു വിശപ്പുണ്ടാവില്ല, അവർ വയറ് നിറഞ്ഞ വരായി പരലോകത്ത് സന്തോഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, വ്രതവിശുദ്ധിയോടെ ഈ റജബിനെ നമുക്ക് യാത്ര അയക്കണം. റജബിൽ 27-നൊക്കെ എന്തായാലും നോമ്പെടുക്കണം. പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ അതിനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ നോമ്പെടുക്കുന്നതിനേക്കാൾ നോമ്പെടുക്കാതിരിക്കലായിരിക്കും നന്നാവുക, അതും ശ്രദ്ധിക്കണം. അങ്ങനെയുമുണ്ട്. ഇപ്പൊ റജബ് മാസാണ് നമ്മൾ ഏറെ പരിഗണിക്കേണ്ട ഒരു കുടുംബം നമ്മളെ വീട്ടിൽ വന്നു. അവരേകദേശം ഒരു 10-11 മണിക്കാണ് എത്തിയത്. മാന്യതയുള്ളവർ അന്നത്തെ ഉച്ചഭക്ഷണം അവർക്ക് കൊടുക്കണ്ടേ, അവരെ സൽക്കരിക്കണ്ടേ. ഞങ്ങൾക്കൊക്കെ നോമ്പാണ് എന്ന് പറഞ്ഞു. അവിടെ നോമ്പ് നോൽക്കല്ല വേണ്ടത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവരെ പരിഗണിക്കലാണ്. അല്ലെങ്കിൽ അത് വിശിഷ്ടമായ ഒരു പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചു, ആ പരിപാടിയിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് അതെന്നൊരു നിരാശാകും, ഒരു സങ്കടാകും, ഒരു നിരാശയാകും. എങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ വലിയ നോമ്പുകാരനാന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള നോമ്പുമായി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട സംഗതികളാണ്. അതുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് നൽകട്ടെ, എല്ലാ നന്മയിലും അള്ളാഹു നമ്മളെ പങ്കാളികളാക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മഹാന്മാരായ അസ്ഹാബുൽ ബദ്റിന്റെ നാമങ്ങൾ കൂടി പാടിപ്പറഞ്ഞ് ദുആ ചെയ്യുന്ന മജ്ലിസാണ്.
ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ പാടി പറയുന്നതിനിടയിൽ ഉൾപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യണം. ദുആക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ആഖിറത്തിൽ ഏറെ ഉപകരിക്കുന്ന മജാലിസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ദുനിയാവും ആഖിറവും അല്ലാഹു പൂർണ്ണമായും റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മജ്ലിസുൻ നൂറിലേക്ക് പ്രവേശിക്കാം. ഇത് ഉസ്താദുമാര് ചൊല്ലിത്തരിക, നിങ്ങളതിങ്ങനെ കേട്ടിരിക്കുക, അങ്ങനല്ല. അങ്ങനെ ഇവിടെ നമ്മളെല്ലാവരും കൂടി ചൊല്ലാൻ. വീട്ടിൽ മജ്ലിസുൻ നൂർ ഉണ്ടെങ്കിൽ അതെടുത്ത് കയ്യിൽ വെച്ചോളൂ, അല്ലെങ്കിൽ സ്ക്രീനിൽ അത് കാണാമല്ലോ. ആ സ്ക്രീനിൽ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് ചൊല്ലാമല്ലോ. അപ്പൊ എല്ലാവരും കൂടെ ഇതിൽ പങ്കാളികളാവുക. റജബ് മാസത്തെ പരിഗണിക്കുകയാണല്ലോ. നമുക്ക് വേണ്ടപ്പെട്ടവരെ ഒക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ പങ്കാളികളാക്കുകയും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി അറിയിക്കുകയാണ്. അല്ലാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി സ്വല്ലാ അലാ മുഹമ്മദിൻ വൽ ആലി വസലാമുല്ലാഹ്. അദ്ഉക യാ മൗലാ ലനാ ബി അഹ്ലി ബദ്രിൻ ബദ്റുനാ മുഹമ്മദുൻ നബിയുനാ സ്വല്ലി അലൈഹി യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുൽ ലിഉഫിൻ ആമിറുൻ വതൽഹതു ഇബ്നു ഉബൈദില്ലാഹ് അലിഫൻ സുബൈറു യുബ്രിഉ സഅദു സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സുന്നബുൽ മഖ്ശിബ ഉനൈസുൻ നിയാസുൻ യസദഉ സുന്നബു ശൈഖിൻ വഉസൈദുൻ വസഅദുൻ അബ്ദുല്ലാഹ്. ബിശ്റുൻ ഖുബൈബുൻ സായിബുൻ അംറുൻ ഉബൈദുൻ ഹാതിബുൻ ബുജൈറു വഹ്ബുൻ സായിബുൻ അബൂ ഹബീബിൻ അബ്ദുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബറാഉ ഖബ്ബാബുൻ അബൂ ഹബ്ബാബ സഅദും മുസ്അബുൻ ബഹ്സുഹും വമുഅത്തിബുൻ അബൂ ലുബാബത അബ്ദുല്ലാഹ്. തമീമുഹും വമുറാറത്തുൻ അബൂ ഖതാദത ഉത്ബതു തമീമുനാ വഉമാറതു വഉത്ബതു ഇബ്നു അബ്ദില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തമീമുഹും വഉബൈദുൻ
عبادة ومعتب عكاشة تاجا قتادة عقبة أبو لصربة عبد الله ثعلبة والحارث وثابت والحارث سقف عمير حارث أبو لهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي അല്ലാഹുവേ റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീളേ മുഅ്മിനേ മുഹൈമിനേ മലിക്കേ ജബ്ബാറേ ഖുദ്ദൂസേ വഹാബേ മുതകബ്ബിറേ ഈ മജ്ലിസ് ഖബൂലാക്കണമേ അല്ലാഹ് ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും എല്ലാവിധ ബറക്കത്തും ചൊരിയണമേ അല്ലാഹ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് നാളിതുവരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ അല്ലാ. നിനക്ക് പൊരുത്തമില്ലാത്തത് കണ്ടെങ്കിൽ കേട്ടെങ്കിൽ പറഞ്ഞെങ്കിൽ ചെയ്തെങ്കിൽ അല്ലാഹുവേ നീയല്ലാതൊരു റബ്ബ് ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞങ്ങൾക്ക് തേടാനുമില്ല. ഈ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ഫള് കൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇതിൽ പങ്കാളികളായി മജ്ലിസുൻ നൂർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന 10,000 മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കണമേ അല്ലാ. ദോഷത്തിന്റെ കറ കൊണ്ട് മലീമസമായ കൽബുമായി ഖബറിലെത്തേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിൽ ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാ. صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا. ثعلبة والحارث حارثة والحارث ثابتهم والحارث أبو لمرثد عبد الله جبر ومدلاج وجبير عمير يفرج جبارهم عمرو النجو سعد عبيد عبد الله. صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا. جبيرهم سعد رجوع أبو دجان ترتجو جودا حرام فرجوا شريعة بني عبد الله حمزة حديث وحباب حبيب مصطح حطيبنا ثابت حسين سهيل عبد الله. صلى وسلم ربنا على الرسول نبينا محمد
حبيبنا فكلنا يا ربنا حمزة حارث وحريث وحارث ضحى حارثهم عمرو صحو عن كلهم رضوان الله خلاد خالد وخبيب صبيحهم مخو خلادنا عمرو بخو ريم سليم عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خوات خارجة وخليد خليفة سخو خباب خارجة رخو عن كلهم رضوان الله ددي عبيد معبد زيد زياد مرثد دوكين سعد خالد أبو خزيمة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا داء العصاة محمد سعد يزيد المعبد ذري خنيس راشد عن كلهم رضوان الله أكواننا ومعوذ ومجذر ومعوذ ذهبي معاذ عاقد أبو حذيفة عبد الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم ഈ അനുഗ്രഹീത മജ്ലിസ് കബൂലാക്കണമേ അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട ഇതിൽ പങ്കാളികളാവുന്ന എല്ലാവർക്കും ബറക്കത്ത് ചൊരിയണമേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളാണ് റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷ. അവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ, പരീക്ഷകളിൽ, ജോലികളിൽ, ഏർപ്പാടുകളിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷവിധാനത്തിൽ, കൂട്ടുകെട്ടിൽ, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഖൈറ് വിധിക്കണമേ റബ്ബേ. ഈ തേട്ടം നീ കബൂലാക്കണമേ അല്ലാ. മക്കളുടെ ദുസ്വഭാവം കൊണ്ട് വിഷമത്തിലാണെന്ന സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണമേ അല്ലാ. പരീക്ഷയിലും പഠനത്തിലുമൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ.
റഹ്മാനായ റബ്ബേ ഇജാബത്ത് നൽകണേ റബ്ബേ, റഹ്മാനായ റബ്ബേ ഇജാബത്ത് നൽകണമേ റബ്ബേ. മക്കളിൽ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണമേ അല്ലാ. വിവാഹം കഴിഞ്ഞവർക്കൊക്കെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നൽകണമേ അല്ലാ. ഈ തേട്ടം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന തേട്ടമാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മളുടെ വിളിയുടെ ആത്മാർത്ഥതക്കനുസരിച്ചായിരിക്കും അവരുടെ സാന്നിധ്യം, അവർ ഇജാബത്ത് നൽകുന്നത്. നമ്മളിൽ ഓരോരുത്തരുടെയും വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യവും അസ്ഹാബുൽ ബദ്റിന്റെ അർവാഹിന്റെ സാന്നിധ്യവും ഉണ്ടാകട്ടെ. ആ ഒരു നിയ്യത്തോടുകൂടെ മനസ്സറിഞ്ഞ് തന്നെ വിളിക്കൂ. എല്ലാവരും ഇതിൽ പങ്കാളികളാകൂ. റബ്ബി അൻകുമു യാ അഹ്ല ബദരിൻ മിൻകുമു നർജൂ നജാതൻ നുക്റമു കൂനൂ ലനാ യാ ഹൂദനാ. ومسعود وذو علم يزيد اللائذ ذنبا عبيد ينقذ عن كلهم رضوان الله. ربيعنا والعامر عامر عمير معمر رافيعهم والمنذر أب لمنذر عبد الله. يلوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا روحيلة ومحرر ورفاعة والمظهر ربيعة والمنذر عن كلهم رضوان الله. زيد زياد محرز حارث ومسعود جزو زيد أبو قيس غزو زيد معاذ عبد الله. يلوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا. زيد أبو داود زهودا زيادا يبرز زيد يزيد المحرز عن كلهم رضوان الله. سهل بشير ثم سبيع سليم آنس سعد أبو اليسري وسهيل سليم عبد الله. يلوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا. سعد نياس نخنس عبس وسلمة بسبس سهل وأوس الفارس عن كلهم رضوان الله. شريكنا الخراش شواذ الشمالين الخشا شماس خداش يشا عامر شجاع عبد الله. يلوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا.
رمزي أبو كبشة فشا يزيد خلاد النشا شاهي أبو سبرا مشى عن كلهم رضوان الله صفوان عباد وصهيب أبو حسن خصوص سائب يزيد صبيح سلامة عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ജല്ല ജലാലായ റബ്ബേ ഈ മജ്ലിസ് ഖബൂലാക്കണമേ അല്ലാ. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. പോത്തുകല്ലിൽ നിന്നാണ് 23 വയസ്സായ മകന് ശരീരമാസകലം വിറയലാണ്. ഡോക്ടർമാരുടെ പരിശോധനയിലും ടെസ്റ്റുകളിലും ഒന്നും കാണുന്നില്ല. വലിയ പ്രയാസത്തിലാ. ഈ സങ്കടം അറിയിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ കൈകാലുകൾക്ക് വിറയലെന്ന രോഗം പിടിപെട്ട് പ്രയാസപ്പെടുന്നവരല്ലാഹുവേ ആ സങ്കടങ്ങൾ അറിയിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. നഴ്സായി വർക്ക് ചെയ്യുന്ന സഹോദരിയുടെ മകളുടെ കാൽമുട്ടിൽ നീരിന്റെ പ്രയാസമുണ്ട്. വലിയ വിഷമത്തിലാ. ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രയാസങ്ങളില്ലാതിരിക്കാൻ ദുആ ചെയ്യാൻ. കീഴ്പറമ്പിൽ നിന്നാണ് അയൽവാസി സോറിയാസിസ് ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. വല്ലാത്ത പ്രയാസത്തിലാ. ഫറോക്കിൽ നിന്നാണ് ഉമ്മയുടെ വയറ്റിലെ പുണ്ണിന്റെ പ്രയാസത്തിൽ വലിയ വിഷമത്തിലാണ്. അത് സലാമത്താവാൻ ദുആ ചെയ്യണേ. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം മരുമകൾ അവളുടെ വീട്ടിലേക്ക് പോയതാണ്. നല്ല മനസ്സോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ മകൻ വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഷാർജയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന മകനെയുമായി ഇവിടെ വന്നിട്ട് ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ജല്ല ജലാലായ അല്ലാഹ് യാതൊരു പ്രയാസവുമില്ലാതെ അവിടെ എത്തിക്കുകയും സന്തോഷത്തിന്റെ വരുമാന മാർഗങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവോ ഈ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ഫള് കൊണ്ട്, ഇതിൽ പങ്കെടുത്ത 10,000ങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ആമീന്റെ ഫള് കൊണ്ട് എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും തീർത്ത് സലാമത്ത് നൽകണമേ അല്ലാ. സലാമത്ത് നൽകണമേ അല്ലാ. സലാമത്ത് നൽകണമേ അല്ലാ. എല്ലാ ബലാലും മാഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. സോഫിന്നബുൽ അഅ്വാരിസു യൂദൻ അദിയു യുഖ്ലിസു സൈഫിയുഹുൽ മുഹരിസു അൻ കുല്ലിഹിം റിളവാനുല്ലാ ضحكهم عمر دلا نلر عيال عارلا ضحك عامر دلا وجابر بن عبد الله എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മൈ
കാക്കണം യാ റബ്ബന അംറത്തു റിബ്ഇയ്യുല്ലാ വഅബുൽ ലിളയ്യാഹിൻ ഖല്ലാ റബ്ബൻ അബൂ ഹന്നാമലാ അൻ കുല്ലിഹിം റിളവാനുല്ലാ തുഫൈലു റാഫിഉൻ വതുഫൈലുൽ ലനാ വസുവൈബിതു തുലൈബുഹും സഹ്ലു വതുഫൈലുൻ സലീത്തുൻ അബ്ദുല്ലാ എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബന വഹാരിസതും ബിതുഹൂരിൻ അതിയത്തുൻ ഖുതു തഅനൻ ഉമൈറുൻ യുസ്ഖിതു അൻ കുല്ലിഹിം റിളവാനുല്ലാ ലു ഖൈറു ഹാരിസതുൻ തല്ലാ ഹറ ആമിറും മുൻദിറുലല്ലാ അഖ്റം മുആദുൻ ഹാഫിളാ അബൂ സലീത്തിൻ അബ്ദുല്ലാ എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബന അബൂ അയ്യൂബ ലാഹറ ആമിറുൻ ആസിം ലല്ലാ വന്നൻ ഉമൈറുൻ വാഇളാ അൻ കുല്ലിഹിം റിളവാനുല്ലാ ഉഖബത്തു അംറുൻ റാഫിഉൻ അബ്ദത്തു സഅദും മിഹ്ജഉൻ ഉബാദത്തു വറാഫിഉ ആബുല്ലി മസ്ഊദ് അബ്ദുല്ലാ എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബന ഉഖബത്തു ഇബാദു വഉ സൈബത്തു അമ്മാറു സുഉ ഉത്ബത്തു ആമീറുൻ ദുഉ അൻ കുല്ലിഹിം റിളവാനുല്ലാ വന്നാമു ഖല്ലാദും വഗാ നുഅ്മാനു സഅദും മുസ്ബിഗ വസ്വം മുഗീസുൻ സാബിഗ ആബുല്ലി സലമത അബ്ദുല്ലാ എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബന ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ജല്ല ജലാലായ റബ്ബേ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. റജബിലല്ലേ ഞങ്ങൾ 10,000 ഇങ്ങനെ ഓൺലൈനായി സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹുവേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും മുതൽ കൂട്ടാക്കണേ അല്ലാ. റജബിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇത് കാരണമാക്കണേ അല്ലാ. റജബിനെ പരിഗണിച്ചവരിൽ ഞങ്ങളും ഉൾപ്പെടണം. അത് ഇതിന് കാരണമായി കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികളുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നാളെ അഡ്മിറ്റിന് പോകുന്നവരുണ്ട്. ജല്ല ജലാലായ റബ്ബേ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ റാഹത്താക്കണേ അല്ലാ. സലാമത്ത് നൽകണമേ അല്ലാ. കുഞ്ഞിനും തള്ളക്കും കുഴപ്പങ്ങളൊന്നുമില്ലാതെ റാഹത്ത് നൽകണേ
അല്ലാഹുവേ റബ്ബേ റഹ്മാനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പലരും. ഹൈറായ റാഹത്തുള്ള ജോലി ലഭ്യമാക്കണേ അല്ലാ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളും കൃഷികളുമായി കഴിയുന്നവർക്ക് അതിലൊക്കെ വലിയ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. ഞങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിനാലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നിനക്കറിയുമല്ലോ അല്ലാഹുവേ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണേ റബ്ബേ. മുഫ്തിനീങ്ങളെ ഫിത്നകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചോനെ. മുഫ്സിദീങ്ങളുടെ ഫസാദുകളെ തൊട്ട് കാക്കണേ റബ്ബേ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ. വാലിമീങ്ങളെ ദുൽമുകളെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ. ഏഷണയും ഫസാദും ഫിത്നയുമായി നടക്കുന്നവരുടെ ഫിത്നകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാ. ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും സ്വൽസ്വഭാവം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഓരോ പ്രാർത്ഥനയ്ക്കും മനസ്സറിഞ്ഞാമീൻ പറയണം. 10,000-കണക്കിന് ആളുകളാണ് ഈ സമയത്ത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ മജ്ലിസിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും വിവിധ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി ദുആ ചെയ്യാൻ കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ട്. ഇന്നിവിടെ വന്നിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരും പലരുമുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് നാഥനോട് തേടണം. മനസ്സറിഞ്ഞ് പങ്കാളികളാവണം. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഖസ്സൻ വസബ്റത്തും വഗാലീനാ വവദ്ഖതുബ്തഗ ഖൈലം വസാബിതും വഗാ അൻ കുല്ലിഹിം റിളവാൻ الله فروت رافع دفاعتنا أبو سينان فاكيهنا عوف صفا سعد وحارث عبد الله. വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഫയസീദു അനസത്തുൻ ദിഫാഅത്തുഹും ഉബാദത്തു വഫാ ഫൽഹാരിസത്തുൽ മുസ്തഫാ അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ഖുത്ബത്തു മിഖ്ദാദും വഖുദാമത്തു ഖൗലിയുൻ നഖു ഖൈസു വമസ്ഊദും വഖു അൻ ഖൈസു സുറാഖത്തു അബ്ദുല്ലാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഖൈസും സുറാഖത്തും സുഖു ഉഖബത്തു ഇസ്മത്തും ബഖു ഖൈസും മുഅത്തിബും വഖു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ്. കഅബുൻ സിമാകുൻ മാലികുൻ മസ്ഊദു അംറുൻ മാലികുൻ കഅബും മുആദുൻ മാലികുൻ ആബുല്ലി ഖാലിദ് അബ്ദുല്ലാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. കഅബുൻ ദിഫാഅത്തു മാലികുൻ അംറും വസലമത്തു മാലികുൻ ഹാദാ ഉമാറത്തു മാലികുൻ അൻ കുല്ലിഹിം റിളവാനുല്ലാഹ്. ഇബ്ദത്തു സഹലും മഅഖലുൻ സഹലും ബിലാലുൻ
عاقل لينا عويم نوفل هذا نسيل عبد الله ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലം അവമാലികുന്നുലു അബൂ അഖീലി യഅമലു ലൈലം മുലൈലു യഅദിലു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് സുലൈമുൻ സാലിമുൻ അംറുൻ ഉമൈറുൻ അർഖബു മുബശ്ശിറുൻ വൽ ആസിബു അബൂ മുലൈലിൻ അബ്ദുല്ലാഹ് ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി അല്ലാഹുവേ ജല്ല ജലാലായ റബ്ബേ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് കബൂലിയത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ് പ്രസവിച്ച് 2 ദിവസമായ കുട്ടിക്ക് ശ്വാസതടസ്സവും ഛർദിയും കാരണം വലിയ പ്രയാസത്തിലാണ്. എളുപ്പത്തിൽ പരിപൂർണ ശിഫ കിട്ടാനായി ദുആ ചെയ്യണം. 14 വർഷമായിട്ട് ഗർഭിണിയായ മരുമകളുടെ ഗർഭം പ്രയാസങ്ങളില്ലാതെ റാഹത്തായി സുഖപ്രസവത്തിനു വേണ്ടി ദുആ ചെയ്യണം. 11 വയസ്സായ മകൻ ഇപ്പോഴും ഇടയ്ക്കിടെ ബെഡിൽ മൂത്രമൊഴിക്കുന്ന അസുഖം കൊണ്ട് വിഷമിക്കുകയാണ്. ശിഫ കിട്ടണം. വയറ്റിൽ പുണ്ണും ഗ്യാസും കാരണം വലിയ വിഷമത്തിലാണ്. റാഹത്താവണം. ഭാര്യയെ നാളെ പ്രസവത്തിന് അഡ്മിറ്റാക്കുകയാണ്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആനപ്പാറയിലെ ഒരു സഹോദരി മകൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നത്തിലും പ്രയാസത്തിലും പെട്ട് വലിയ വിഷമത്തിലാ. അടുത്ത അടിക്കേസിൽ കുടുങ്ങി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം റാഹത്താവാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ റാഹത്തിലാക്കണമേ അല്ലാ. പ്രയാസങ്ങൾ പരിഹരിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ ഓരോരുത്തരുടെയും മരണം നീ കണക്കാക്കിയ സമയം ഏതെന്ന് നിനക്കല്ലേ അറിയൂ. ഏത് രൂപത്തിലാണ് ഞങ്ങളുടെ മരണം കണക്കാക്കിയതെന്ന് നിനക്കല്ലേ അറിയൂ. ഈമാനോടെയുള്ള മരണം വിധിക്കണമേ റബ്ബേ. റാഹത്തുള്ള മരണം നൽകണേ അല്ലാ. പരീക്ഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായ കാവൽ നൽകണേ അല്ലാ. റോട്ടിൽ ചിന്നിച്ചിതറിയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടത്തിൽപ്പെട്ടുള്ള മരണങ്ങളിൽ നിന്ന്, ദുരൂഹ മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലാ. ഇജാബത്ത് നൽകണമേ അല്ലാഹ്. താഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവരാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. സഊദുഹും വൽ ആസിമു അബുൽ ഹംസത സാലിമുൻ മാലികുനാ വൽ ആസിമു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ്. നഅ്മാനു സുഫിയാനുൽ ലനാ നഅ്മാനു അജ്ലാനു സിനാ നുഹുമുൻ നുഐമാനു സനാ നഅ്മാനു മഅനുൻ അബ്ദുല്ലാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ.
رحمن ثعلبة سنان الأمر عنترة لنا نعمان عتبان لنا عن كلهم رضوان الله وهب وعباد سواد عبد الرحمن دوا والعاصم الأمير وقدنا وزيد عبد الله ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ വഅബുൽ ഖാരിജത്തിൻ സവാദുൻ സാബിതുൻ നുമാനു വദീഅത്തുൽ മസ്ഊദു അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ഹുബൈൽ ഉസ്മാനും വഹിലാലും വഅദ്ബു റബ്ബിഹി ഹൂദൻ ഉബൈദു സുമ്മ ഹിലാലും മുആദുൻ അബ്ദുല്ലാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ഹദിന്നബുൽ തൽഹതഹിബാതം വസാബിതും ബഹി ഹാദാ തമാമു മുൻതഹി അൻ കുല്ലിഹിം റിളവാനുല്ലാഹ് ലാ റബ്ബ സിവാക അലാ മിൻ കുല്ലി ആഫാത്തിൻ ബലാ ലാത്തിൻ മുസീബാത്തിൻ ഗലാ അൻത ഹമിയന്നി യാ അല്ലാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ യസ്സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖിയൻ ഹാവിയ ഖീനി ദവാമൻ യാ അല്ലാഹ് സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖിയൻ ഹാവിയ ഖീനി ദവാമൻ യാ അല്ലാഹ് യസ്സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖിയൻ ഹാവിയ ഖീനി ദവാമൻ യാ അല്ലാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ من دعيني لاميا ستين تمت صليا يوما تجل المنجيا آمين سلم يا الله ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അസ്ഹാബുൽ ബദറിന്റെ അർവാഹിന്റെ സാന്നിധ്യം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മജാലിസിൽ നമ്മുടെ മജ്ലിസിനെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.